ഹായ് കൂട്ടുകാരെ, മോംസ് മാജിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പ്രഗ്നൻസി മന്ത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ഞാൻ ഇടാമെന്ന്. അപ്പോൾ ഇന്ന് അതാണ് ടോപ്പിക്ക്. എങ്ങനെ പ്രഗ്നൻസി മന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ വീക്ക് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഗർഭകാലം ആഴ്ചയുടെ കണക്കിൽ പറയുകയാണെങ്കിൽ 40 ആഴ്ചയാണ്. മാസത്തിൻ്റെ കണക്കിലാണെങ്കിലോ 9 മാസം. അതുപോലെ തന്നെ ദിവസക്കണക്കാണെങ്കിൽ 280 ദിവസമാണ് നമ്മൾ ഗർഭകാലം എന്ന് പറയുന്നത്. ഒരുപക്ഷെ മാസക്കണക്ക് പറയുന്നതിനേക്കാൾ കൂടുതലും ആഴ്ച കണക്കായിരിക്കും പറയുന്നത്. കാരണം നമ്മളിപ്പോൾ ഒരു സ്കാനിങ് സെൻറ്ററിൽ ചെല്ലുമ്പോൾ അവിടുത്തെ സ്കാനിങ് റിപ്പോർട്ടിൽ കാണുന്നത് 5 വീക്കായി, 30 വീക്കായി, 40 വീക്കായി എന്നൊക്കെയായിരിക്കും. അതുപോലെ ട്രമസ്റ്റർ എന്നും കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ഗർഭകാലത്തെ 3 തിരിച്ചിരിക്കുന്നതിനെയാണ് ട്രമസ്റ്റർ എന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യത്തെ 1, 2, 3 മാസങ്ങൾ ഫസ്റ്റ് ട്രമസ്റ്ററായും, 4, 5, 6 മാസങ്ങൾ സെക്കൻഡ് ട്രമസ്റ്ററായും, 7, 8, 9 മാസങ്ങൾ തേർഡ് ട്രമസ്റ്ററായുമാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഈ വീക്കും മന്തും ട്രമസ്റ്ററും ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ LMP ഡേറ്റ് കണ്ടുപിടിക്കണം. LMP ഡേറ്റ് എന്താണെന്ന് ഞാൻ നേരത്തെ ഇട്ട വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. LMP ഡേറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ലാസ്റ്റ് മെനസ്ട്രൽ പീരീഡ് എന്നാണ്. അതായത് നിങ്ങളുടെ ലാസ്റ്റ് പീരീഡ് സ്റ്റാർട്ട് ചെയ്ത ദിവസത്തെയാണ് LMP ഡേറ്റ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ എൻ്റെ ചാനലിലുണ്ട്. ഡൗട്ടുള്ളവരത് കയറി കാണേണ്ടതാണ്. ഡോക്ടേഴ്സ് നിങ്ങൾക്ക് എത്ര വീക്കായെന്ന് കണ്ടുപിടിക്കുന്നതും ഈ LMP ഡേറ്റ് വെച്ചിട്ടാണ്. അതുപോലെ അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെയും വീക്ക് കണ്ടുപിടിക്കും. പിന്നെ ചില എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ വയറ് കണ്ടാൽ എത്ര വീക്കായെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വീക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ LMP ഡേറ്റ് എത്രയാണെന്ന് നോക്കണം. അതായത് ലാസ്റ്റ് പീരീഡായ ദിവസം അല്ലെങ്കിൽ ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്ത ദിവസം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിവിടെ ഒരു കലണ്ടർ കാണിച്ചിട്ടുണ്ട്. അതിൽ ഡിസംബർ 2-ാം തീയതിയാണ് നിങ്ങൾക്ക് ലാസ്റ്റ് പീരീഡ് സ്റ്റാർട്ട് ചെയ്ത ദിവസമെങ്കിൽ അന്ന് മുതൽ നമ്മൾ വീക്ക് കണ്ടുപിടിക്കാൻ പ്രഗ്നൻസി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത 9-ാം തീയതി, അതായത് ഡിസംബർ 2 കഴിഞ്ഞ് ഡിസംബർ 9 ആകുമ്പോൾ ഒരാഴ്ചയായിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്നു. പിന്നീട് ഡിസംബർ 16 ആകുമ്പോൾ 2 ആഴ്ചയായിട്ടും, ഡിസംബർ 23 ആകുമ്പോൾ 3 ആഴ്ചയായിട്ടും, ഡിസംബർ 30 ആകുമ്പോൾ 4 ആഴ്ചയായിട്ടുമാണ് കണക്കാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് വീക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഇനി ഓരോ മാസവും ഏതൊക്കെ വീക്കിലാണ് വരുന്നതെന്ന് നോക്കാം. ഒരു മാസത്തിന് 4 ആഴ്ചയാണുള്ളത്. എന്നാൽ ഗർഭകാലത്തിലെ ചില മാസങ്ങൾക്ക് 4 ആഴ്ചയും ചില മാസങ്ങൾക്ക് 5 ആഴ്ചയും ഒക്കെ വരാറുണ്ട്. അതിൻ്റെ ഒരു ചാർട്ട് ഞാൻ കാണിക്കാം. ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഫസ്റ്റ് മന്തിൽ 1 മുതൽ 4 ആഴ്ച വരെയാണുള്ളത്. സെക്കൻഡ് മന്തിൽ 5 മുതൽ 8 ആഴ്ച വരെ, തേർഡ് മന്തിൽ 9 മുതൽ 13 ആഴ്ച വരെ, ഫോർത്ത് മന്തിൽ 14 മുതൽ 17 ആഴ്ച വരെ, ഫിഫ്ത്ത് മന്തിൽ 18 ആഴ്ച മുതൽ 22 ആഴ്ച വരെ, സിക്സ്ത് മന്തിൽ 23 ആഴ്ച മുതൽ 27 ആഴ്ച വരെ, സെവൻത്ത് മന്തിൽ 28 ആഴ്ച മുതൽ 31 ആഴ്ച വരെ, എയ്ത്ത് മന്തിൽ 32 ആഴ്ച മുതൽ 35 ആഴ്ച വരെ, 9 മന്ത് ആകുമ്പോഴേക്കും 36 മുതൽ 40 ആഴ്ച വരെ ആകും. അതായത് ടോട്ടൽ 40 ആഴ്ചകൾ ആണ്. അതായത് 9 മാസമാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുള്ളവർ ഈ ചാർട്ട് ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഏത് മന്തിലാണ് ഏത് വീക്ക് വരുന്നതെന്നും. ഇപ്പോൾ 34-ാമത്തെ വീക്ക് ഏത് മന്തിലാണെന്ന് ഡൗട്ട് തോന്നിയാൽ നമുക്ക് ഈ ചാർട്ട് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ഈ സമയത്ത് ഒത്തിരി ടെൻഷൻ ഉള്ളവരെ കുറച്ചുകൂടെ ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു കാര്യമാണ് LMP ഡേറ്റ് വെച്ച് നോക്കുന്ന വീക്കും അൾട്രാസൗണ്ട് വെച്ച് നോക്കുന്ന ഒരു വീക്കും തമ്മിൽ ഏകദേശം 1-2 ആഴ്ച വ്യത്യാസം വരും. അപ്പോൾ ആരും ടെൻഷൻ അടിക്കണ്ട. കാരണം എല്ലാവർക്കും ഓവുലേഷൻ ഡേറ്റ് കറക്റ്റ് ടൈമിൽ വരണമെന്നില്ല. നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിലർക്ക് 2-ാമത്തെ ആഴ്ചയിൽ ഓവുലേഷൻ നടക്കും, ചിലർക്ക് 3-ാമത്തെ ആഴ്ചയുടെ ആദ്യമായിരിക്കും ഓവുലേഷൻ നടക്കുക. അതിൻ്റെ ഒരു മിസ്റ്റേക്കിലാണ് നമുക്ക് ഈ ഡേറ്റ് വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തുടക്കത്തിൽ പറഞ്ഞ പോലെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ഓൾ നോട്ടിഫിക്കേഷൻ കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ടെൻഷനൊന്നും അടിക്കാണ്ടിരിക്കുക. ബൈ ബൈ.